ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഇവിടെ ഇരുന്ന് എന്തായി കാണിക്കുന്നതെന്നല്ലേ. ഞങ്ങൾ വെറുതെ അവിടെ ഇരുന്ന് മമ്മിയുടെ ചെടികളും പൂക്കളിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഈ ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. ഇന്ന് വൈകുന്നേരം ആയപ്പോൾ മമ്മിയുടെ ഒരു കോള് വന്നു. ഷിനി വേഗം വീട്ടിലോട്ട് വന്നേ, ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. കേൾക്കേണ്ട താമസം ഞാൻ അപ്പം തന്നെ പിള്ളേരെ ട്യൂഷനാക്കിയിട്ട് വേഗം വീട്ടിലേക്ക് ചെന്നു. വേറൊന്നുമല്ല, ഞങ്ങളിതേ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം തന്നെ. ഇത് ഒരു ചിക്കൻ റോളാണ്. മമ്മി ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ ഐറ്റമാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചിട്ട്. മമ്മിയുടെ ഒരു ചായയും കുടിച്ച് ഈ ചിക്കൻ റോളും കഴിച്ചു കഴിഞ്ഞപ്പം അടിപൊളി. മമ്മിയോട് ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ഇത് ഞങ്ങൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, നിങ്ങൾക്കും കൂടെ ടേസ്റ്റ് ചെയ്യണ്ടേ. ഞാൻ മമ്മിയോട് പറഞ്ഞു നമുക്കൊന്ന് ഉണ്ടാക്കി കാണിച്ചാലോ എന്ന്. മമ്മി ഓക്കെ പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വേഗം കിച്ചണിലേക്ക് ചെന്നു. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യമായി തന്നെ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് നമ്മളിവിടെ ഒഴിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമ്മൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചില്ലി 2 എണ്ണം, പച്ചമുളക് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം വരും അല്ലേ. 1 ടേബിൾ സ്പൂണോളം ഗാർലിക്കും ജിഞ്ചറൂടെ അരച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലെന്ത് പച്ചക്കറി വേണേലും നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. ക്യാരറ്റ് ഇടാം, ക്യാബേജ് ഇടാം, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഇത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് എത്രയാണ് മമ്മി? ഹാഫ് ടീസ്പൂൺ. ഒരു ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. നമുക്ക് ചില്ലി പൗഡറാണ്, നമ്മുടെ മുളക് പൊടി. ഇതൊരു ഹാഫ് ടീസ്പൂൺ അല്ലേ അമ്മി? ഹാഫ് ടീസ്പൂണ് മുളക് പൊടി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് ഗരം മസാല, അത് ഒരു ഹാഫ് ടീസ്പൂണാണ് ഇതിലേക്ക് ഇടുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ചിക്കൻ മസാലയുടെ ഇടുന്നുണ്ട്. ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ അല്ലേ, 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഏകദേശം ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മസാലകളുടെ ആ പച്ചമണമൊക്കെ പോകുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയുടെ ഇതിലേക്ക് ആഡ് ചെയ്യും. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും, കൂടുതൽ വേണ്ട. കൂടുതലായി കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോവും. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ചിക്കന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഉപ്പും കൂടി ഇട്ട് വെന്ത് ഒന്ന് ഷ്രെഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണിത്. ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് പിച്ചി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് വലിയ പീസായിട്ട് ചിക്കൻ ഇരിക്കുകയാണെങ്കിൽ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഒറ്റ അടി ഒടിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. എത്രയാണ് മമ്മി ഇടുന്നത്? ഹാഫ് ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഒരുപാട് മൂത്തൊന്നും പോകണ്ട,
ജസ്റ്റ് എല്ലാം ഒന്ന് ചൂടായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ചൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ട്രെയിൻ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. അപ്പോൾ ട്രെയിൻ എപ്പോഴും ഇങ്ങനെ പാസ് ചെയ്തിരിക്കും. അതിൻ്റെ ഒച്ചയാണ് ഈ കേൾക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ 4 സൈഡും ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ഇത് സോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് ഇത് റോൾ ചെയ്യുന്നത്. റോൾ ചെയ്യുന്ന ടൈമിൽ ആ കട്ടിയുള്ള സൈഡൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഇങ്ങനെ എല്ലാ ബ്രെഡുകളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതേ ബ്രെഡെല്ലാം ഇവിടെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റോളാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, സാദാ വെള്ളം എടുത്തിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ അതിലേക്ക് ഇടണം. ആ വെള്ളത്തിലാണ് നമ്മളിത് സോക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കൈ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ബ്രെഡിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ നനവ് കൊണ്ട് വേണം ഈ ബ്രെഡ് സോക്ക് ആവാനായിട്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ മുക്കി എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഒരുപാടങ്ങ് സോക്കായിട്ട് നമുക്ക് അങ്ങ് പിഞ്ചി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിൽ നല്ലത് കയ്യിൽ ഇങ്ങനെ വെച്ച് സോക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇനി നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആ നനവ് കാരണം ഇതങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും. അറ്റവും എല്ലാം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടി ഒട്ടണമെന്ന് തോന്നിയാൽ കൈ ഒന്നുകൂടെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടങ്ങ് റോളായി കിട്ടും. ഇതേ റോൾ ഇവിടെ റെഡിയാണ്. അങ്ങനെ ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ സോക്ക് ചെയ്ത് റോളാക്കി മാറ്റാം. ബ്രെഡ് 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് തന്നെ സോക്ക് ചെയ്യണം. ഇനി നമുക്ക് ഗ്യാസിലേക്കൊരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്ത് ഓൺ ചെയ്യണം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കോക്കനട്ട് ഓയിലാണോ അമ്മ ഇത് യൂസ് ചെയ്യുന്നത്? കോക്കനട്ട് ഓയിൽ തന്നെ എടുത്താൽ മതി. എന്ന് നന്നായിട്ടൊന്ന് പാനിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റോൾസ് എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് റോൾ ചെയ്യണേ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെ അടന്നു പോകും. അതായത് ഇങ്ങനെ തുറന്ന് വരാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്ത് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലാണോ അമ്മ ഇട്ടേക്കുന്നത്? ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ. ഇതിൻ്റെ ജസ്റ്റ് പുറകുവശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ആ ബ്രഷ് കൊണ്ട് നമ്മൾ ആ ഓയിലൊന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം അടുത്ത സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 4 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് അതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലേക്കിട്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ സൈഡെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നീട് നിങ്ങൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത്രയും മതിയാവും. ആ എണ്ണയിൽ ആ സ്ലൈറ്റായിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുത്തില്ലേ, അത്രയും എണ്ണ മതിയാവും. ഇതെല്ലാം തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് പിന്നെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് വെന്താണ് എടുത്തിരിക്കുന്നത്. അത് കാരണം വേവേണ്ട ആവശ്യമില്ല. ഇതിന് പുറമേ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. നമ്മുടെ റോളെല്ലാം ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇങ്ങനെ പാത്രത്തിലേക്ക് നമുക്ക് ഈ റോൾസ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിൽ എണ്ണ ഒട്ടും ഫ്രൈഡ് അല്ല ഇത്. ജസ്റ്റ് ആ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ഓയിൽ മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. റോൾസ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്.
അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈത്തൻ ഇന്ന് നേരെ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞങ്ങളിത് ടേസ്റ്റ് ചെയ്തത് കാരണം മമ്മി ഇതേ അവന് കൊടുക്കുന്നുണ്ട് അത് കഴിക്കാനായിട്ട്. അവൻ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ മമ്മ ഉണ്ടാക്കുന്ന മിക്ക ഫുഡുകളും അവന് ഭയങ്കര താല്പര്യമാണ് കഴിക്കാൻ. അവൻ ചെറുപ്പത്തിൽ മമ്മിയുടെ കൂടെ നിന്ന് വളർന്നുകൊണ്ടായിരിക്കാം അവനൊരു പ്രത്യേക താല്പര്യമാണ് മമ്മിയുടെ ഫുഡുമായിട്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റെസിപ്പി, ചിക്കൻ ബ്രെഡ് റോൾ. നിങ്ങളും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുക. വളരെ എളുപ്പമല്ലേ, ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.